ഹജ്ജിന്റെ മാസമൊക്കെയാണല്ലോ. അപ്പൊ ഹജ്ജിനെ കുറിച്ചും ചർച്ച ചെയ്യാന്നിട്ട് ഇവിടെ ഇരുന്നില്ല. അപ്പോ ഹജ്ജിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കാലഘട്ടങ്ങളിൽ വിമാനം അങ്ങനെ ഇത് ഇവരുടെ പോകുന്നു. പക്ഷെ പുരാതന കാലം നോക്കുകയാണെങ്കിൽ കപ്പൽ അങ്ങനെ പല മാർഗങ്ങളിലൂടെ പോയത്. അതിന് പ്രധാനപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ഇടങ്ങളാണ് ഏഴിമല, കണ്ണൂർ സിറ്റിയിലെ മാപ്പിള ബേ തുറമുഖം അങ്ങനെ പോയ സ്ഥലങ്ങളൊക്കെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ റമദാനില് കണ്ണൂർ സിറ്റിയിൽ പോയിരുന്നു. തറാവില്ലെങ്കിൽ ഒരു ചായലും കുടിക്കാനും വിചാരിച്ച് കണ്ണൂർ സിറ്റി പോയി. അങ്ങനെ നമ്മളെ മാപ്പിള ബേ തുറമുഖത്ത് എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, ഈ കാലത്ത് ഇപ്പോൾ വെറും മത്സ്യബന്ധനത്തിന് മാത്രമാണല്ലോ ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു പരിപാടിയെല്ലാം മത്സ്യബന്ധനത്തിന് മാത്രമാണല്ലോ ഈ ഒരു തുറമുഖം തുറന്നു വെച്ചിട്ടുള്ളത്. അതായത് പണ്ട് കാലത്ത് ഇതൊക്കെ കച്ചവടത്തിന്, പിന്നെ അതുപോലെ തന്നെ യാത്രകൾക്കെല്ലാം ഇത് തുറന്നു വെച്ചല്ലോ. അങ്ങനെ ഞാൻ ഒരു ചിന്തിച്ചു പോയി. മാപ്പിള ബേ തുറമുഖം എന്നുള്ളത് പണ്ടുകാലം മുതൽ പ്രസിദ്ധമാർന്ന സംഭവമാണ്. കാരണം എന്താ വെച്ചാല് അറക്കൽ രാജ കുടുംബത്തിന്റെ ഒക്കെ ആസ്ഥാനായിരുന്ന ധർമ്മടൊക്കെ മാറ്റിയിട്ടാണ് കണ്ണൂർ ജില്ലയിലേക്ക് വരുന്നത്. അതിന് പിന്നെയുള്ള കാരണം തന്നെ ഈ ഒരു മാപ്പിള ബേ തുറമുഖമാണ്. അതുപോലെ തന്നെ മാപ്പിള ബേ തുറമുഖം എന്നുള്ളത് ഒരുപാട് കച്ചവട സാധ്യതകൾ കണ്ണൂരിൽ തുടങ്ങിയ ഒരു സംഭവമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ നിരവധി കച്ചവട സാധ്യതകൾ കണ്ണൂരിൽ തുറന്നൊരു സംഭവം തന്നെയാണ് ഈ മാപ്പിള ബേ തുറമുഖം. ശരിക്കും ഈ മാപ്പിള ബേ തുറമുഖം സമയത്ത് പിന്നെ ഈ കാണുന്ന ചെറിയൊരു പ്രദേശം ഉണ്ടല്ലോ, ആ സിറ്റി, ആ പാലാമടം, മായിക്കര എന്നൊരു ഭാഗത്തിന്റെ, ശരിക്കും അതല്ല, മറിച്ചിട്ട് പയ്യാമ്പലം ബീച്ച് മുതൽ അതിന് കുറച്ചു ദൂരം മുതൽ ആദ്യഘട്ടത്തിലായി കോട്ട വരെ നീണ്ടുനിൽക്കുന്ന വലിയൊരു പ്രവിശ്യായിരുന്നു, ഒരു വിസ്തീർണമുള്ള പ്രവിശ്യ ശരിക്കും മാപ്പിള ബേ തുറമുഖങ്ങൾ. പിന്നെ കാലാഹീനപ്പെട്ടത് കൊണ്ട് ചരിത്രത്തിന്റെ ഇതൊക്കെ കൊണ്ട് എന്തായി ഇപ്പൊ ചെറിയൊരു ഭാഗം മാത്രം, മായിക്കര പാലാമടം എന്നൊരു ചെറിയ ഭാഗത്ത് മാത്രം അത് ചുരുങ്ങിപ്പോയി എന്ന് ഉള്ളൂ. അതെ, നമുക്ക് കാണാൻ സാധിക്കും ഇത് പഴയ കാലത്ത്, മുമ്പ് കാലത്ത് ഈ ഒരു മാപ്പിള ബേ തുറമുഖം സഞ്ചാരത്തിനായിരുന്നു കൂടുതൽ ഉപയോഗിച്ചത്. അതായത് ഈ ഒരു മത്സ്യബന്ധനത്തിനുപരി സഞ്ചാരത്തിനായിരുന്നു. മാനസാഹിബൊക്കെ ഹജ്ജിന് ഈ ഒരു മാപ്പിള ബേ തുറമുഖത്തിലൂടെയാണ് പോയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ 1900 തുടക്ക കാലഘട്ടങ്ങളിൽ, 1916 കാലഘട്ടങ്ങളിൽ സമസ്തന്റെ സ്ഥാപക നേതാക്കൾ ഒരു പ്രമുഖനായിരുന്ന മൂസക്കുട്ടി ഹാജി, അദ്ദേഹം ഹജ്ജിന് പോകുന്ന മാപ്പിള ബേ തുറമുഖത്തിലൂടെയായിരുന്നു. അദ്ദേഹം കച്ചവടത്തിന് വേണ്ടിയിട്ട് ഈ ചരക്കുകൾ വാങ്ങാൻ വേണ്ടി നഗരത്തിലേക്ക്, കണ്ണൂർ സിറ്റി ടൗണിലേക്ക് ഇറങ്ങിയപ്പോ മാപ്പിള ബേ തുറമുഖത്ത് നിന്ന് ഒരു സംഘം കപ്പൽ കയറുന്ന കണ്ടു. അപ്പൊ അന്വേഷിച്ചപ്പോ ഹജ്ജിന് പോകുന്ന സംഘമായിരുന്നത്. ഉടൻ തന്നെ വീട്ടിലേക്ക് പോയി മറ്റു ഡ്രസ്സും മറ്റു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് വന്ന് 50 രൂപയാണ് ഫീസ് ഉണ്ടായിരുന്ന കപ്പലിൽ. അപ്പൊ ഫീസ് കൊടുത്ത് അദ്ദേഹം ഹജ്ജിന് പോയി, ഹജ്ജ് ചെയ്ത് 3 വർഷത്തോളം ആ മദീനയിൽ നിന്ന് ഡ്രസ്സ് പഠിച്ച്, മദീന ആ പ്രവിശ്യയിൽ നിന്ന് ഡ്രസ്സ് പഠിച്ച് പിന്നെ കണ്ണൂരിലേക്ക് തിരിച്ചു വരികയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് പോലെ തന്നെ അത്ര സിമ്പിൾ ആയിട്ടുള്ളതല്ല ഈ ഒരു എയർപ്ലെയിനിലൊക്കെ കപ്പൽ പോകുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ, ഗതികളനുസരിച്ച്, കാറ്റിന്റെ ഗതി അനുസരിച്ചിട്ടാണ് കപ്പൽ യാത്ര ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോ കപ്പൽ യാത്ര, ആ ഗതി, പായക്കപ്പലാണോ പ്രമുഖമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോ കപ്പലിന്റെ കാറ്റിന്റെ ഗതി എങ്ങനെയാണോ കൃത്യമായിട്ടുള്ള ഒരു ഗതിയിലൂടെ കാറ്റ് പോകുന്നെങ്കിൽ വേഗം ഒരു 10-15 ദിവസത്തിനുള്ളിൽ അടുത്തും. പക്ഷെ മറിച്ച് കാറ്റിന്റെ ഗതി ആകെപ്പാടെ താളം തെറ്റിയ അവസ്ഥയിലാണെങ്കിൽ പിന്നെ അത് എത്തണമെങ്കിൽ മാസങ്ങളും 5 മാസം 4 മാസം എടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. അതാണ് പൊതുവെയുള്ള ഒരു ഹജ്ജിന്റെ യാത്രകളുടെ ബുദ്ധിമുട്ട് പറയാനുള്ളത്.